വിസ്മയങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ 5 പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നു. വിസ്മയങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു. ബംഗാളിൽ വിസ്മയം ഉണ്ടായി, ഒഴിഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒഴിഞ്ഞതേ ഉള്ളൂ. തമിഴ്നാട്ടിൽ മറ്റൊരു വിസ്മയം, ഇനി ഒരു വിസ്മയമുണ്ട്, അത് ഡൽഹിയിൽ നിന്ന് വരായിരിക്കും. അത് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ അത് സതീശൻ പറഞ്ഞ വിസ്മയം സതീശന്റെ തലയിൽ തന്നെ വരുമോ, അതോ വിസ്മയകരമായ സതീശൻ മറ്റുള്ളവരുടെ സ്ഥാനലബ്ധി കണ്ടു നിൽക്കേണ്ടി വരുമോ എന്നതിൽ ഒരു വിസ്മയമില്ല കേരളീയർക്ക്. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഒരു രക്ഷകനെ തേടിയുള്ള യാത്രയിലായിരുന്നു തമിഴ് മക്കൾ. എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കാലാകാലങ്ങളിൽ തമിഴ്നാടിന്റെ നഭോമണ്ഡലത്തിൽ ഒരു രക്ഷകനെ കൊണ്ട് അവതരിക്കും. രാഷ്ട്രീയ രക്ഷകന്മാരാണ്. അത് ജയലളിതയുടെ രൂപത്തിലും അതിനു മുമ്പ് MGR രൂപത്തിലും ഒക്കെ തന്നെ അവതരിച്ചു. ഇതാ മറ്റൊരു രക്ഷകൻ അവതരിച്ചു എന്ന ഒരു തുച്ഛീകരണത്തിലല്ല ഞാൻ കാണുന്നതിനെ. കൃത്യമായ സ്പെയ്ഡ് വർക്ക്, കൃത്യമായ നാൾ വഴികൾ, ഇതിൽ തന്നെ വെട്ടിക്കയറി വന്ന ആള് തന്നെയാണ് ജോസഫ് വിജയ്. ബ്രാൻഡിങ് ഉണ്ടായിരുന്നു, ടൈമിങ്, അത്യുജ്വലമായ ടൈമിങ്. രജനീകാന്തിന് ഇറങ്ങാൻ പറ്റാതെ പോയ ഒരു മണ്ണ്. കമലഹാസൻ മക്കൾ നീതിമയവുമായി ഇറങ്ങി വന്ന് നിലം തൊടാതെ പോയ ഒരു മണ്ണ്. അവിടെ അല്ല, അതിനകത്ത് വേറൊരു മോഹൻ ശരിയും അറിയില്ല, പണ്ഡിതോചിതമായ ഭാഷയിൽ കമലഹാസൻ സംസാരിച്ചു. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ധീഷണശാലി ആയതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു, നാട്ടിൻപുറത്തേക്ക് എറിച്ചില്ല. എന്നാൽ അവരുടെ ഭാഷയിൽ സംസാരിച്ചു വിജയ്, അവർക്ക് മനസ്സിലായി കാര്യം. അല്ല, ഉലക നായകനായി നിന്നുകൊണ്ടാണോ കമലഹാസൻ സംസാരിച്ചത്? കമലഹാസനും രജനീകാന്തിനും സംഭവിച്ചതെന്ന് വെച്ചാൽ അവരൊക്കെ നായകന്മാർ, അവർക്ക് പുറകില് പടയാളികളില്ലായിരുന്നു. ഞങ്ങള് പടയാളികൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയത്. അവര് ലീഡിംഗ് പടയാളിയാണ്. മാത്രമല്ല വിജയുടെ സത്യപ്രതിജ്ഞ കണ്ട് കണ്ണ് നിറഞ്ഞ ഈ ചർച്ചയിലെ ഏക ഇയക്കങ്ങൾ. ഇവിടെ ഉയർന്ന ചോദ്യം, ഈ വിജയ് മക്കൾ ഇയക്കങ്ങളെ പാർട്ടി യൂണിറ്റുകളായി മാറ്റിയെടുക്കാൻ കഴിയുമോ? അതൊരു വലിയ സാധ്യതയാണ്. കഴിയുമെന്ന പ്രതീക്ഷ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇതിനൊരു ഗുരുനാഥനുണ്ട്. വിജയ് ഗുരുനാഥനായി കാണുമോ എന്നറിയില്ല. NT രാമറാവു, NTR സമാനമായ സാഹചര്യത്തിലാണ് ഒരു സ്പേസ് കണ്ടെത്തി. ആന്ധ്രാപ്രദേശിൽ ഒരു തമിഴ് ഒരു തെലുങ്ക് ആത്മഗൗരവം, ഒരു സ്പേസ് കണ്ടെത്തി. ഇവിടെ ദ്രാവിഡ മണ്ണിൽ ആ സ്പേസ് കണ്ടെത്തിയ കക്ഷിയാണ് DK. പിന്നീട് അത് DMK ആയി, DMK പിളർന്ന് AIADMK ഉണ്ടായി. ആ ഒരു ദ്രാവിഡ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ മാത്രമേ മറ്റു കക്ഷികൾ കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ വിജയ് അത്തുക്കം മേലെ പറക്കാൻ വിജയന് കഴിയുന്നു. അപ്പോ ശരിക്കും ഈ ഒരുപക്ഷെ ഇനി അത് എങ്ങനെ ഭരിക്കും അതെന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യം. ഇനിയിപ്പം വിജയ് ആസ് ദ ചീഫ് മിനിസ്റ്റർ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം.